ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയൊരു അരിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിപ്പായസമാണിത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു കപ്പ് ഉണങ്ങല്ലരിയാണ്. അപ്പോൾ ഒരു കപ്പ് ഉണങ്ങല്ലരി നമുക്കൊരു കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഉണങ്ങല്ലരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഈ വെന്ത അരിയിൽ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പായസം കട്ടകട്ടായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4.5 തേങ്ങയുടെ പാലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 7 ശർക്കര ഉരുക്കിയതാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ശർക്കര ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ തേങ്ങാപ്പാൽ ശർക്കരയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരയും അരിയൊന്നും ഒരുമിച്ച് വേവിക്കരുത് കേട്ടോ, പിന്നെ അരി വേവില്ല. ആദ്യം അരി വേവിച്ചിട്ട് ശർക്കര ഒരുക്കി ഒഴിച്ചാൽ തന്നെ മതിയാകും. അപ്പോൾ ആ പായസത്തിലെ കട്ടകളൊക്കെ ഉടച്ച് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ അരിപ്പായസത്തിലേക്ക് കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. സാദാ പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, എന്നാലും തേങ്ങാപ്പാലാണ് അരിപ്പായസത്തിലേക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉമ്മ നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകം പൊടിച്ച് വെച്ചതാണ്, വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം തിളച്ച് വന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ അതായത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ, പായസത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതില്ലെങ്കിലും പായസത്തിൽ രുചിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാവുമ്പോൾ അതൊക്കെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിതൊരു ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.